കേരള അതിർത്തി പിന്നിട്ടാൽ യാത്ര ചെയ്യാനാകാത്ത അവസ്ഥയാണ് നാടുകാണി ചുരത്തിൽ. റോഡ് തകർന്ന് തരിപ്പണമായതോടെ അപകടം സംഭവിക്കുന്നത് പതിവ് സംഭവം. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്ഷ്യസാധനങ്ങളുമായി ലോറികൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. കേരള അതിർത്തി പിന്നിട്ടാൽ തുടങ്ങും റോഡിന്റെ തകർച്ച. അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് ടോൾ പിരിവ് നടക്കുന്നുണ്ടെങ്കിലും റോഡ് നവീകരിക്കാൻ മാത്രം പണമില്ല. തമിഴ്നാട് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത് കടുത്ത ദുരിതം. ഒരു മാസത്തിൽ 4-5 ലോറികളാണ് ഇവിടെ മറിഞ്ഞു പോകുന്നത്. അത് കർണാടകയിൽ നിന്ന് മാർബിളേറ്റും പച്ചക്കറി ലോഡായിട്ട് വരുന്ന മെയിൻ റോഡാണ്. ഇവിടുത്തെ സർക്കാർ മാത്രമല്ല, ഈ ടൂൾ ആവശ്യമില്ലാത്ത ഞാൻ തമിഴ്നാട്ടുകാരനാണ്, ഞാൻ നീലഗിരി ജില്ലക്കാരനാണ്, ഈ ദേവരക്കാരനാണ് ഞാൻ. കാരണം ഒരു ദിവസം ഞാൻ ടാക്സി ഡ്രൈവറാണ്. എത്ര പ്രാവശ്യം എൻ്റെ വണ്ടി അടി തട്ടി ടാക്സിൽ കട്ടയക്കുന്നത്, എത്ര പ്രാവശ്യം. അതുപോലെ നമ്മൾ ചെറിയ വണ്ടി പോട്ടെ, ചെറിയ വണ്ടിൻ്റെ എങ്ങനെയാലും തട്ടും. ATOC ലീവൻ്റെ ഇന്നോവൻ്റെ ഒക്കെ തട്ടുന്നുണ്ട് പോട്ടെ. ഈ വലിയ വണ്ടികൾ എത്ര അവിടെ കിടന്ന് മറിയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ ഈ കോൺട്രാക്റ്റുകാരൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ത് ചോദിച്ചാലും പണ്ടായിട്ടില്ല കുറേ വർഷങ്ങളായി. ഊട്ടി, മൈസൂർ തുടങ്ങി കർണാടകയിലെയും തമിഴ്നാട്ടിലെയും എല്ലാം പ്രധാന സ്ഥലങ്ങളിലേക്ക് ഇതുവഴിയാണ് കടന്നു പോകേണ്ടത്. ചരക്ക് സാധനങ്ങളുമായി വലിയ ലോറികൾ നിത്യേന ഇതുവഴിയാണ് കടന്നു വരുന്നത്. കുളം കണക്കെ വലിയ കുഴികളാണ് റോഡിൽ. ചരക്ക് വണ്ടി വരുന്നപ്പോൾ ഇടക്കിടക്ക് ഇപ്പോൾ ആഴ്ചയിൽ 1, 2, 3 വട്ടമാണ് ഇവിടെ ബ്ലോക്കാണ്. കഴിഞ്ഞ ആഴ്ച ബ്ലോക്കായിട്ട് രാത്രി 1:30 ബ്ലോക്കായിട്ട് പിന്നെ പിറ്റേ ദിവസം 2:30 ഇവിടെ തീർന്നത്. ഫുള്ള് റോഡ് ബ്ലോക്കായിരുന്നു. ഫുള്ള് ഒരു റോഡ് നന്നാക്കാനല്ല, ഈ ടോൾ വിരിക്കൽ മാത്രമേ ഉള്ളൂ. സാധനങ്ങളായിട്ട് ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് മൈസൂർ, കർണാടക അവിടെ നിന്നൊക്കെ ഫുള്ള് സാധനം ഇതിൽ ഇറങ്ങണേ. കേരളത്തിലുള്ള കംപ്ലീറ്റ് സാധനം ഇതിൽ ഇറങ്ങണേ. പച്ചക്കറി ഫുള്ള്, അല്ലാത്ത സാധനവും, അരി, എല്ലാ സാധനവും, ഭക്ഷ്യസാധനങ്ങൾ കംപ്ലീറ്റ് വരുന്ന ഇവിടുന്ന ഈ റോഡിനെ ഇറങ്ങി വരുന്നത്. ആഴ്ചയിൽ 2-3 അപകടമെങ്കിലും ഇവിടെ പതിവാണെന്ന് യാത്രക്കാർ പറയുന്നു. പിന്നെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും. ടോളെല്ലാം സജീവമായി പിരിക്കുന്നുണ്ട്, പക്ഷേ റോഡിന്റെ അവസ്ഥ അതിദയനീയമാണ്. ഒരു വലിയ വാഹനം ഒന്ന് ചെരിഞ്ഞാൽ പിന്നീട് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കാണ്. നാടുകാണി ചുരത്തിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കൽമനം, ജനം.